എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിൽക്കുന്നത് ഗ്രാൻഡ് നാച്ചുറ കൺവെൻഷൻ സെൻറ്ററിൻ്റെ മുൻവശത്താണ്. നിങ്ങൾക്ക് ഏവർക്കും കുറച്ച് പേർക്കൊക്കെ അറിഞ്ഞിരിക്കാം ഗ്രാൻഡ് നാച്ചുറ കൺവെൻഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഞങ്ങളുടെ ആശ്രയ ഗ്രൂപ്പിൻ്റെ ഒരു പുതിയൊരു സംരംഭമാണിത്. ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്, അതായത് കൺവെൻഷൻ സെൻറ്റർ. കൺവെൻഷൻ സെൻറ്ററിൽ 5000 പേർക്ക് ഒരേ സമയത്ത് വിവിധ രീതിയിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് പ്രദർശിപ്പിക്കാനുള്ള ഒരു ഉത്തമ വേദിയാണ്. ഇതിന് ചുറ്റും നോക്കുകയാണെങ്കിൽ മുഴുവനും നല്ല വനപ്രദേശം മാതിരിയുള്ള സ്ഥലമാണ്. നാച്ചുറൽ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും നിങ്ങളുടെ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. അതുതന്നെയാണ് ഈ പരിപാടിയുടെ ഏറ്റവും മികച്ച ഒരു മികവ് എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരേ സമയത്ത് തന്നെ 2000-3000 ആളുകൾക്ക് സ്റ്റേജിൻ്റെ മുൻവശത്ത് നിന്ന് പരിപാടികൾ കാണേണ്ട സൗകര്യമുണ്ട്. ഏകദേശം 1000-ഓളം ആളുകൾക്ക് അതിൻ്റെ സൈഡിലുള്ള ഭക്ഷണശാലയിൽ നിന്നുകൊണ്ടും ഈ പരിപാടി വീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. ലോങ് എക്സ്റ്റെൻസീവായിട്ടുള്ള 2 സൈഡിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കേണ്ട വലിയ ഒരു വേദിയും ഞങ്ങളിവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്റ്റേജ് ഏകദേശം 1000-ലധികം സ്ക്വയർ ഫീറ്റുള്ള സ്റ്റേജാണ്. അവിടെ ഏകദേശം 100 പേർക്ക് തന്നെ ഒരേ സമയത്ത് പരിപാടികൾ ചെയ്യേണ്ട സംവിധാനമുണ്ട്. പിന്നെ 5 അടിയിലധികം ഹൈറ്റുള്ള ഒരു സ്റ്റേജാണ്. അതുകൊണ്ട് ഈ മുൻവശത്തുള്ള റോഡ് സൈഡിൽ നിന്ന് പോലും ഉള്ള ആളുകൾക്കും ഈ പരിപാടികൾ വീക്ഷിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൺവെൻഷൻ സെൻറ്ററിന് പുറമെ ചെറിയ പരിപാടികളൊക്കെ നടത്താൻ, അതായത് 500 പേർക്കും അതിലും കുറവുള്ള പല പരിപാടികളും നടത്തേണ്ട ഒരു പ്രത്യേക പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ ഇത് കൺവെൻഷൻ സെൻറ്ററിൻ്റെ താഴെയായിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതര രീതിയിലുള്ള വിവാഹ വാർഷികങ്ങൾ, അതുപോലെ റിസപ്ഷൻസ്, അല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേയ്സോ, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ളതായ എക്സിക്യൂട്ടീവ് മീറ്റിങ്സ് തൊട്ടിട്ട് പലതും നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ഉത്തമ വേദിയാണത്. ഇതും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. ഇതുകൂടാതെ താഴെ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അതായത് ട്രേഡ് സെൻറ്ററിന് പറ്റിയ സ്ഥലമാണത്. അവിടെ അത് തന്നെ 2 സെക്ഷൻ ഉണ്ട്. ട്രേഡ് സെൻറ്റർ 1 ഉണ്ട്, ട്രേഡ് സെൻറ്റർ 2 ഉണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ 50,000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്. നമ്മുടെ ആഘോഷങ്ങൾ, കാർണിവൽസ്, ഫെസ്റ്റിവൽസ് തുടങ്ങിയ പ്രൊമോഷണലായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സ് പ്രോഗ്രാംസ്, ഫ്ലവർ ഷോസ് തൊട്ടിട്ട് വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തേണ്ട ഒരു ഓപ്പൺ വേദിയാണത്. ഇതിന് ചുറ്റും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ് ഏവർക്കും വരുമ്പോൾ കാണുന്നത്. രാത്രി കാലങ്ങളിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ വളരെ വളരെ ഭംഗിയായിട്ട് തോന്നും. ഒരു പ്രത്യേക ഒരു ഫെയറി ലാൻഡിലാറ്റം പോയ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. നമ്മൾ മൈസൂർ ഗാർഡൻസിലൊക്കെ പോയതിനേക്കാളും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയ ഒരു അനുഭൂതിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് ഇടതൂർന്ന വൃക്ഷങ്ങളുടെ പ്രകാശിക്കുന്ന സൗന്ദര്യം, പല വിവിധങ്ങളായ വർണ്ണങ്ങളുള്ള ലൈറ്റുകൾ കൊണ്ട് പ്രകാശിക്കുന്ന ആ ദൃശ്യം ഒന്ന് എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നത് തന്നെയാണ്. അതിമനോഹരമായിട്ടുള്ള ആ കാഴ്ചയും രാത്രികാലങ്ങളിലുള്ള പ്രോഗ്രാംസിൽ നിങ്ങൾക്കിവിടെ എല്ലാ കോണുകളിലും ലഭിക്കാവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ നമ്മളൊരു ഒരു റൊമാൻറ്റിക് റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഇതിൻ്റെ നേരെ മുൻവശത്ത് തന്നെ നടക്കുകയാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറക്കൂട്ടങ്ങളുടെയും ചെടികളുടെയും ഒരു സംഗമ വേദിയാണത്. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വളരെ വളരെ സന്തോഷവും വളരെ ഹൃദയത്തിൽ ചേർക്കാൻ പറ്റുന്ന വ്യക്തികളുമായിട്ടുള്ള സംഗമവും നടത്താൻ പറ്റുന്ന ഒരു വേദിയാണ് റൊമാൻറ്റിക് റോക്സ് എന്ന് പറയുന്ന സ്ഥലം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രാൻഡ് നാച്ചുറ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായി ഗ്രാൻഡ് നാച്ചുറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഗ്രാൻഡ് നാച്ചുറ എന്ന് പറഞ്ഞാൽ നേച്ചറിൻ്റെ നടുക്കുള്ള ഒരു സെലിബ്രേഷനാണ്. നമ്മളെ മട്ടന്നൂർ ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടായെന്ന് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ചുറ്റും മരങ്ങളും, രാവിലെ വന്നാൽ മയിലുകളും അതുപോലെ കുറ്റികളും ഇങ്ങനെ പലതും കാണാം. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മൾ കഴിയുന്നത്ര ഈ നേച്ചറിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു വലിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അത് ഇറ്റ് ഈസ് ദ ഗ്രാൻഡ് നാച്ചുറ കൺവെൻഷൻ സെൻറ്റർ.
ഈ കൺവെൻഷൻ സെൻറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാര്യമായിട്ട് ഈ നേച്ചറിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ഓപ്പൺ ഓഡിറ്റോറിയമാണ്. നമുക്ക് പല സെലിബ്രേഷൻസും ഇതിനകം ചെയ്യാം. ഇതെന്ന് വെച്ചാൽ ഫ്ലെക്സിബിളാണ്. ഏതൊരു പരിപാടിക്കും നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം. കാരണം വലിയ എന്താ പറയുക പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിങ്സ്, അല്ലെങ്കിൽ നല്ലൊരു കല്യാണം, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് സെഷൻസ്, ഇതൊക്കെ ഇവിടെ നടത്താൻ പറ്റും. കാരണം അത്രയും സ്പേസ് ഉണ്ട്. ഏതാണ്ട് 5000 ആൾക്കാർക്ക് ഇരിക്കാനും പറ്റും. അതുപോലെ തന്നെ ചുറ്റും നടക്കാനും നമുക്കൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഓരോരോ ലെവലിൽ പോയാൽ അതിനൊക്കെ ഓരോരോ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഇനിയും നമ്മൾ പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും താഴെ ഒരു വലിയൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ട്രേഡ് സെൻറ്റർ. ഈ ട്രേഡ് സെൻറ്ററിൽ എക്സ്പോസ്, കാർണിവൽസ്, വലിയ ബിസിനസ് ഇവൻറ്റ്സ് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ആ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ സ്പേസാണ്. റോട്ടിൽ നിന്ന് കാണാനും പറ്റും, അതേ സമയത്ത് എല്ലാവർക്കും ആ പ്രൈവസിയും ഉണ്ട്. ഇഷ്ടംപോലെ കാര്യങ്ങൾ നടത്താനും പറ്റും. അതാണ് ട്രേഡ് സെൻറ്റർ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു ഹയർ ലെവലിൽ ഹിൽ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓഡിറ്റോറിയം എടുക്കേണ്ട ഒരു പ്ലാനിങ്ങും കൂടിയുണ്ട്. അത് അവിടെ നിന്ന് നോക്കിയാൽ ചുറ്റുവട്ടമുള്ള ഹിൽസ്, ആ ബ്യൂട്ടിഫുൾ ഹിൽസും എയർപോർട്ടും ഒക്കെ കാണുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മളെ ഗ്രാൻഡ് നാച്ചുറേൻ്റെ ഐഡിയ. ദിസ് ഈസ് എ ഡ്രീം കം ട്രൂ ഫോർ അസ്. ബിക്കോസ് നമ്മൾ എത്രയോ വർഷങ്ങൾ ഈ ഒരു ഹില്ലി പ്ലേസ് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. പക്ഷേ സുധീർ ഡോക്ടർ ഒരു ഡ്രീം വന്നു, ഇങ്ങനെ ഒരു സ്ഥാപനം വേണം. കാരണം നമ്മളെ ലയൺസിൻ്റെയും പിന്നെ നമ്മളെ ഗൈനക്സ് സൊസൈറ്റീൻ്റെ പ്രോഗ്രാംസും ഇതൊക്കെ നടത്തുമ്പോൾ നമുക്കൊരു അതിന് കൺവീനിയൻ്റ് ആയിട്ടൊരു ഹാളില്ല, അത്രയും ആൾക്കാരെ ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല. അതിന് എല്ലാ സൗകര്യവും ഉണ്ട് ഈ ഗ്രാൻഡ് നാച്ചുറ കൺവെൻഷൻ സെൻറ്റർ. സോ വെദർ ഇറ്റ് ഇസ് എ വെഡിങ് or an academic session or an exhibition or a business entrepreneurship, ഇതിനൊക്കെ ഇവിടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഇതുണ്ട്. ഇവിടെ ഇപ്പോൾ യങ്സ്റ്റേഴ്സിനൊക്കെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് ഒക്കെയാണ് വേണ്ടത്. ഇവിടെ അതിൻ്റെ എല്ലാ സൗകര്യം. ഇവിടെ ഒരു റോക്ക് ഗാർഡൻ ഉണ്ട്, റൊമാൻറ്റിക് റോക്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ വെച്ചിട്ട് പല നല്ല ഇവൻറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ മറ്റേ സൈഡിൽ പോകുമ്പോൾ ഒരുപാട് ഹില്ലി ഏരിയാസ് ഉണ്ട്, വാലീസ് ഉണ്ട്, ട്രീസ് ഉണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി a blessing of Mother Nature.